ഹലോ ഗൈസ്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് മലയാള സിനിമ നല്ലൊരു വിന്നിങ് സ്ട്രീക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മുതൽ തുടങ്ങിയൊരു ഈ മാർച്ചിലും അത് കണ്ടിന്യൂ ചെയ്തു. ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളും വെറും ഹിറ്റ് മാത്രമല്ല, ബ്ലോക്ക് ബസ്റ്ററുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം. അപ്പോൾ ഒബ്വിയസ്ലി കണ്ടിന്യൂ ചെയ്ത് വരുന്ന മലയാള മൂവീസിനും ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്തായാലും കാണും. അപ്പോൾ അങ്ങനെ ഈ മാസം 2 മൂവീസ് ഇപ്പോൾ ഇതുവരെ ഇറങ്ങി. ഇനി ഒരുപാട് റിലീസുണ്ട് ഈ മന്ത്. അപ്പോൾ അതിൽ ആദ്യത്തെ മൂവിയുടെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ. ഇതിപ്പോൾ സെക്കൻഡ് മൂവി ഞാൻ കണ്ടു. നടികർ, ഡയറക്റ്റഡ് ബൈ ലാൽ ജൂനിയർ ഓർ ജീൻ പോൾ ലാൽ, മ്യൂസിക് ബൈ എക്സി ഗാരി പെരേര, സ്ക്രിപ്റ്റ് എഴുതി സുവിനസ് സോമശേഖറാണ്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ടൊവിനോ തോമസ്, സൗബിൻ, സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ്, ഷൈൻഡോ ചാക്കോ, ഇന്ദ്രൻസ്, രഞ്ജിത്ത്, ഇതൊരു ഭാവന, ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. മൂവി അറിയാലോ, ഡയറക്ടർ ലാൽ ജൂനിയറാണ്, ലാലിൻ്റെ മകനാണ്. അപ്പം പുള്ളിയുടെ പ്രീവിയസ് മൂവീസ് അത്യാവശ്യം നല്ല മൂവീസ് ഉണ്ട്. അടിബി, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പുള്ളിക്കുള്ള മൂവീസായിരുന്നു. അപ്പോൾ ഈ ഒരു മൂവിയും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം ട്രെയിലർ കട്ട്സ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു ഫീല്, അതായത് ചോറില്ലാതെ കിടലൊരു സദ്യ കഴിച്ചെന്ന് പറയുമ്പോഴത്തെ ഒരു ഫീലാണ്. കല്യാണ സദ്യക്കൊക്കെ പോയിട്ട് കറികളെല്ലാം ഒരുപാട് അത്യാവശ്യത്തിന് നല്ല ടേസ്റ്റിൽ, കിടിലൻ ടേസ്റ്റിൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ കറികളെല്ലാം കാണും. പക്ഷെ ചോറ് കഴിക്കാൻ ഇല്ലാത്തൊരു ഫീലാണ് തോന്നിയത്. ബാക്കിയെല്ലാം കൊള്ളാം, സ്ക്രിപ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം കൊള്ളാമെന്ന് പറയുമ്പോൾ A to Z എടുത്ത് പറയേണ്ടി വരും. കോസ്റ്റ്യൂം കലക്കിയിട്ടുണ്ട് എല്ലാവർക്കും. അമ്മാതിരി എക്സ്ട്രാ ഓർഡിനറി കോസ്റ്റ്യൂമിൽ 100 കൊടുക്കേണ്ടി വരും. അമ്മാതിരി കോസ്റ്റ്യൂം, പിന്നെ ക്യാമറ വിഷ്വൽസ്, ലൊക്കേഷൻസ് ഒരുപാട്. ദുബായ്, ടർക്കിഷ് ഏതോ കൺട്രി ഉണ്ട്, ഇസ്താൻബുളോ അങ്ങനെ ഏതോ, അതും കിടിലമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. ഈ മൂവിക്ക് ആപ്റ്റായിട്ടുള്ളൊരു എല്ലാ സീനും മാക്സിമം പുഷ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം നോക്കിയിട്ടുണ്ട്. പക്ഷേ സ്ക്രീനിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. അവരുടെ വർക്കെല്ലാം ടെക്നിക്കൽ സൈഡിൽ നിന്ന് പക്കയായിരുന്നു. സൗണ്ട് മിക്സിങ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോറിയിൽ വന്നൊരു ലാക്ക് ഓഫ്, എന്ത് പറയാൻ, ഒരു ഗ്രിപ്പിംഗ് അല്ലാത്തൊരു ഫീലായിരുന്നു. സ്റ്റോറി ഫ്ലാറ്റായിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് വരയ്ക്കും ഫ്ലാറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതായത് ഡേവിഡ് പടിക്കലെന്ന് പറഞ്ഞ് ടൊവിനോ ചെയ്യുന്ന ഒരു ക്യാരക്ടർ സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ക്യാരക്ടറിൻ്റെ. കാരണം എല്ലാ സീൻസിലും ടൊവിനോ ഉണ്ട്, സ്റ്റാർട്ടിങ് ടു എൻഡ്. ഇവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ടൊവിനോ ആയാലും, സൗബിനായാലും, ബാലു വർഗീസ് ആയാലും, സുരേഷ് കൃഷ്ണയൊക്കെ നല്ല കോമഡി ടൈമിങ് എല്ലാം ഉണ്ടായിരുന്നു. ഇവരെല്ലാം 100ൽ 100 പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് മാത്രം ഒരു 25 ഒതുങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാത്തൊരവസ്ഥയിൽ ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചതും ഇൻട്രൊഡ്യൂസ് ചെയ്തതും എല്ലാം നല്ലതായിരുന്നു. പക്ഷേ അത് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ അങ്ങോട്ടൊരു ഫർദർ മൂവ്മെൻ്റ് ഇല്ല ആ ഒരു ക്യാരക്ടറിൽ നിന്ന്. ആ ഒരു ക്യാരക്ടറിന് വരുന്ന സീൻസ് എല്ലാം നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയത്. കുറച്ച് അഹങ്കാരവും കുറച്ച് ഈഗോയൊക്കെ ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് സൂപ്പർ സ്റ്റാർ ഒരു ഇൻഡസ്ട്രിയിലെ, നമ്മുടെ ആ ലാസ്റ്റ് വർഷങ്ങൾക്ക് ശേഷത്തിൽ നിവിൻ പോളിയുടെ ക്യാരക്ടർ പോലെ തോന്നി. പക്ഷേ ഒരു നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് ഒരു കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ്. ഒരു ഹിറ്റ് കിട്ടുന്നില്ല പുള്ളിക്ക്. അപ്പോൾ അതിനു വേണ്ടി ഇയാളൊരു എഫേർട്ട് ഇടാനും തയ്യാറുമല്ല, വർക്കൗട്ടിനായാലും ഒന്നിനും തയ്യാറുമല്ല. പക്ഷേ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ചുറ്റുമുള്ള കുറച്ച് പേരൊക്കെ ഇയാളെ ട്രോൾ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് പുള്ളി എങ്ങനെ ഓവർകം ചെയ്ത് ലാസ്റ്റ് ഒരു നല്ലൊരു മൂവിയിൽ പാർട്ടാവുന്നു എന്നുള്ളത്, നല്ലൊരു ആക്ടിങ് എങ്ങനെ കാഴ്ചവെക്കുന്നു എന്നുള്ളൊരു സിമ്പിൾ സ്റ്റോറിയാണ്. ഒരുപാട് കണ്ടുമടുത്ത സ്റ്റോറിയാണ്. ഈ ഒരു ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് അയാൾ മാക്സിമം പുഷ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഇതിനെ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പുള്ളിയുടെ എഫേർട്ട് പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാ സീനിലും ബേസ് ഇല്ലാണ്ട് നമ്മൾ എത്ര കെട്ടിപ്പടുക്കിയിട്ടും ഒരു കാര്യമില്ല. ചോറില്ലാതെ എത്ര കറികൾ ടേസ്റ്റ് അവിടെ സദ്യ കഴിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വയറ് വീക്കില്ല, നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്തൊക്കെ കണ്ടു കഴിഞ്ഞാലും. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ മാക്സിമം പല രീതിയിലും ഇത് നോക്കി എല്ലാ ആസ്പെക്റ്റിൽ നിന്നും. പക്ഷേ എന്നിരുന്നാലും ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്നില്ല നമുക്ക്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് പറയേണ്ട ഹൈലൈറ്റ്സിലൊന്നാണ് കോസ്റ്റ്യൂം, BGM, വിഷ്വൽസ് എല്ലാം. അതിനൊക്കെ 100ൽ 100 കൊടുക്കേണ്ടി വരും. ടൊവിനോയുടെ പെർഫോമൻസ് ആയാലും 100ൽ 100 കൊടുത്തേ പറ്റും. ആ ഡേവിഡ് പടിക്കൽ എന്നുള്ള ക്യാരക്ടർ ടൈലർ മെയ്ഡായിട്ട് പുള്ളിക്ക് ചെയ്തു വെച്ചിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു. കാരണം പുള്ളി ഒരു മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വരെ പുള്ളി നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് കണക്ട് ആകും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പുള്ളിയായിട്ട് കടപിടിച്ച് നിൽക്കുക വേറൊരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ഇല്ലാതായിപ്പോയി. പുള്ളിയുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ലെവലിൽ പുള്ളിക്ക് ബാലൻസ് ചെയ്ത് പുള്ളിയോടൊപ്പം നിൽക്കുക വേറൊരു ക്യാരക്ടർ ഇല്ലായിരുന്നു. സൗബിൻ്റെ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെപ്ത് വരുന്നില്ലായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു മൂവിയുടെ മെയിൻ കുഴപ്പമായിട്ട് തോന്നിയത്. ഫ്ലാറ്റായിട്ട് ടൊവിനോയുടെ ക്യാരക്ടർ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ വരെയും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, കുറച്ച് ലൊക്കേഷൻസ് മാത്രം മാറുന്നുണ്ടെന്നുള്ളൊരു ഇതല്ലാതെ സ്റ്റാർട്ടിൽ കണ്ട അതൊരു ഫീലിംഗ് തന്നെയാണ് എൻ്റെ വരയ്ക്കും ഉള്ളത്. ആ ഒരു നമ്മുടെ ഇമോഷൻസിനെ ഷിഫ്റ്റ് ചെയ്യാവുന്ന സീൻസ് ഒന്നും ഇല്ല. ഒരേ ഇമോഷനിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ മൂവി കണ്ടിട്ട് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം.
അതുകൊണ്ട് തന്നെ ഈ മൂവി ഞാൻ ഒരിക്കലും തിയേറ്റർ മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ നിന്ന് കണ്ടേ പറ്റുമെന്നൊന്നും പറയില്ല. കാരണം ഈ മൂവി നമ്മൾ കാണണം, എപ്പോഴായാലും OTT വരുമ്പോഴായാലും കാണണം. പക്ഷെ തിയേറ്റർ മസ്റ്റ് വാച്ചായിട്ട് കാണാനൊന്നും ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾ മൂവിയെല്ലാം ഫോളോ ചെയ്യുന്ന, എല്ലാ മൂവിയും കാണുന്ന, എല്ലാ ആഴ്ചയും മൂവീസ് പോയി കാണുന്ന ഒരാളാണെങ്കിൽ ഈ മൂവി തീർച്ചയായിട്ടും കാണാം. ഞാനും കുറച്ച് നെഗറ്റീവൊക്കെ കേട്ടിട്ടാണ് പോയി കണ്ടത്, പക്ഷെ അത്ര വലിയ നെഗറ്റീവായിട്ട് തോന്നിയില്ല. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മൂവി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ, ടൈം ഉണ്ടെങ്കിൽ. ഇല്ലാത്ത ടൈമൊന്നും ഉണ്ടാക്കി പോയി കാണേണ്ട അവസ്ഥയൊന്നുമില്ല. ഓക്കെ, താങ്ക്സ്.